ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ ഞാനും അച്ഛനും അമ്മയും കൂടെ ഗുരുവായൂർ പോയതായിരുന്നു. നമ്മളൊരു 7:30 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്ന് കണ്ടപ്പോൾ നമുക്ക് അത്യാവശ്യം തിരക്കുള്ള പോലെ തോന്നി. പക്ഷേ എന്നാലും ദൈവം സഹായിച്ച് നമുക്ക് അധികം ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നും വന്നില്ല. നന്നായിട്ട് തൊഴുകാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരി നിൽക്കുകയാണ്. ഭക്ഷണം കഴിക്കാനാണെങ്കിലും അതേ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നന്നായി കഴിക്കാനൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങിയ ശേഷം അവിടെ വലം വെക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ പുറത്ത് കൂടെ കുറച്ച് നേരം കറങ്ങി നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ അടുത്തുള്ള കടകളിലൊക്കെ പോയി നോക്കി. ഇങ്ങനെ വെറുതെ നമുക്ക് ഇങ്ങനെ കടയിലൊക്കെ പോകാൻ നല്ല രസമല്ലേ. അപ്പോൾ അവിടെ കടയിലുള്ള ചേച്ചി നമുക്ക് ഉണ്ണിയപ്പം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു 11:30 ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ബസ്സിനായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. വിശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും പറ്റില്ല പറയില്ലേ. അങ്ങനെ എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളൊരു 1 മണി 1:30യുടെ ഉള്ളിലൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഉറങ്ങി നന്നായിട്ട്. പിന്നെ അതിന് ശേഷം ഒരു ദോശയും ചായയൊക്കെ കഴിച്ചു. പിന്നെ വീട്ടിൽ ഓരോന്ന് ഇങ്ങനെ അമ്മയെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം അച്ഛൻ ഇതാ ഇവിടെ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ മതിലിന്. എന്നാൽ പിന്നെ പോയി അച്ഛനൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ അച്ഛൻ്റെ കൂടെ പെയിൻറ്റ് അടിക്കാനൊക്കെ കൂടി. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇവിടെ ഒരു കഫേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു കിറ്റ്കാറ്റ് ഷേക്ക് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ അത് ഓർഡർ ചെയ്തു. അങ്ങനെ കിറ്റ്കാറ്റ് ഷേക്കും കഴിച്ച് അമ്മേനെയും കുറേ ഹെൽപ്പ് ചെയ്തു. അമ്മയ്ക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.